നെറ്റ് ക്വാളിഫൈഡ് ആണ്. ആൻഡ് നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നും നാളെയും ഫാരിസ് സാറിന്റെ ക്ലാസ് ആയിരിക്കും. അതിനുശേഷം 2 ദിവസം ഈദ് ലീവ് ആയിരിക്കും. പിന്നെ വെള്ളിയാഴ്ച മുതൽ ഇന്ത്യൻ എക്കണോമി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വെറും 30 ദിവസം മാത്രമേ ഇനി ഉള്ളൂ. അപ്പൊ പരമാവധി നമ്മൾ ഗ്രൂപ്പുകളിലും മറ്റുള്ളതിലും ക്വസ്റ്റ്യൻസും PYQs ഒക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പരമാവധി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളാൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ ഇൻവോൾവ് ആവാം. ആൻഡ് എവറി ടൈം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷോയിങ് അപ്പ് ഈസ് മോർ ദാൻ ഇയർസ്. ഡെയിലി ഷോ അപ്പ് ചെയ്യുക. അതെ, ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഡെയിലി എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം. മെന്റേഴ്സ് ഒക്കെ ഗ്രൂപ്പിലുണ്ട്, അവർ നിങ്ങളെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ, സോ എപ്പോഴും ഓർമ്മിക്കുക, ഹൗ യു ഡു വൺ തിങ് ഈസ് ഹൗ യു ഡു എവറിഥിങ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. സോ നിങ്ങൾ ഇപ്പം ഇവിടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതുപോലെ ഉണ്ടാവും നിങ്ങളെ റിസൾട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദ സെഷൻ. ആൻഡ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സർ, തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഫൈസ്. സൗണ്ട് ഓഡിബിൾ അല്ലേ? മോർ സെറ്റിംഗ്സ് അവിടെ. ഓക്കെ, സോ ഓക്കെ ഫൈൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ ഫൈസ് പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ ഈ പ്രാവശ്യത്തെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതേപോലെ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് PGC നെറ്റ്. അതായത് നമുക്ക് കുറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യുക, MCQs അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. സോ നമ്മൾ ഒരു മാസത്തെ ക്രാഷ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇന്റർനാഷണൽ എക്കണോമിക്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ ക്ലാസ് ഉണ്ടാവുക. അതിൽ വിശദമായിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ല ഉണ്ടാവുക. ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി PYQ മാപ്പിംഗ് ക്ലാസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെബിനാർ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത്ര ഡിഫിക്കൽട്ട് അല്ലാത്തൊരു ഏരിയ ആണ് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1-2 എക്സാമുകളിലായിട്ട് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും അത്രയൊന്നും ഡിഫിക്കൽട്ട് അല്ലാത്ത, നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആണ് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്താന്ന് പറഞ്ഞാൽ, പൊതുവെ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയാറുണ്ട്. അപ്പൊ അവിടെ നമ്മളിത് നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഏരിയ നമുക്ക് മാർക്ക് കിട്ടാതെ പോകുമ്പോൾ അതൊരു കോമ്പറ്റീഷനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. സോ നമ്മൾ നിർബന്ധമായിട്ടും മാക്സിമം സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ
സിലബസിലേക്ക് വരികയാണെങ്കിൽ സ്ക്രീന് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ സിലബസ് ഇതാണ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഇന്റർനാഷണൽ ട്രേഡ് ബേസിക് കോൺസെപ്റ്റ്, അതേപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇത് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഇതിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, റിലേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി മുതൽ HO തിയറി മുതലുള്ള തിയറികളാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. കഴിഞ്ഞ എക്സാമിനൊക്കെ അധികാരം ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ബേസിക്കലി ഇന്റർനാഷണൽ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് തന്നെയാണ്. പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇതും ഈ അടുത്തായിട്ട് കുറെ ചോദിച്ചു വരുന്ന ഏരിയ ആണ്. BOP, അതേപോലെ അതിന്റെ ഇക്വിലിബ്രിയം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതും കൂടുതലായി ചോദിക്കാറുണ്ട്. അതേപോലെ എക്സ്ചേഞ്ച് റേറ്റ് കോൺസെപ്റ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗെയിൻസ് ഫ്രം ട്രേഡ്, ടേംസ് ഓഫ് ട്രേഡ്, താരിഫ്, നോൺ താരിഫ് ബാരിയേഴ്സ് ടു ട്രേഡ്, ഡബിങ് പോലെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ അടുത്തായിട്ട് കൂടുതലായി ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് GATT, WTO പോലെയുള്ള ബ്ലോക്ക്, അതേപോലെ വേൾഡ് ബാങ്ക്, ഇതിൻ്റെയൊക്കെ ക്രോണോളജിക്കൽ ഓർഡർ. ഇപ്പൊ ഗാട്ടിന്റെ അതേപോലെ WTOന്റെ ഓർഡറുകൾ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ റീസെന്റ് ട്രെൻഡ് നമ്മൾ കൂടുതലും ഈ പറയുന്ന റീജിയണൽ ട്രേഡുകൾ, ട്രേഡ് പോളിസി ഇഷ്യൂസ്, IMF, വേൾഡ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് റീസെന്റ് കുറച്ചുകൂടി കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും ഏരിയ ആണ്. അപ്പോ ഇത് ഇവിടെയും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ചോദ്യങ്ങൾ ചിലപ്പോൾ ഭയങ്കര ട്രിക്കി ആയിട്ടായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെ കുറവാണ് നെറ്റ് എക്സാമിൽ വരുന്നത്. എസ്പെഷ്യലി ഇന്റർനാഷണൽ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ മുമ്പ് ചോദിച്ചിരുന്ന പോലെ ട്രേഡ് തിയറീസ് ഏതാണെന്നോ, അല്ലെങ്കിൽ ഒരു തിയറീസ് തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ല അതിന്റെ ഡെഫിനിഷൻ ഒന്നും അല്ല ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എലിമിനേഷൻ മെത്തേഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് പകുതി കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ചില ഓപ്ഷൻസ് തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും ഇന്റർനാഷണൽ എക്കണോമിക്സിൽ. അതേപോലെ റീസെന്റ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ, അതേപോലെ ക്വസ്റ്റ്യന്റെ ടൈപ്പുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും മറ്റൊരു കാര്യമാണ്. അതേപോലെ GATT, IMF, വേൾഡ് ബാങ്കിന്റെ റൗണ്ടുകൾ, ഇതിന്റെയൊക്കെ ക്രോണോളജി കൂടുതലായി ചോദിച്ചു വരുന്നുണ്ട്. ഇതിലേതാണ് ആദ്യം നടന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഓർഡറിൽ ആക്കാനൊക്കെ കൂടുതലായി ചോദിക്കുന്നുണ്ട്. അതേപോലെ ട്രേഡ് തിയറികളുടെ ഇയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ തിയറികളും ഏതൊക്കെ ഏത് വർഷത്തിലാണ് വന്നത് എന്നുള്ളതിന്റെ ഓർഡർ ചോദിക്കുന്നുണ്ട്. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ കൂടുതലായി ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോസിബിൾ ട്രിനിറ്റി കൂടുതലായി ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് PYQ മാപ്പിംഗിലൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിൽ ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. ട്രേഡ് തിയറീസ് എന്ന് പറയുന്നത് നമ്മൾ PGക്ക് കൂടുതലായി പഠിക്കുന്നതാണ്, UGക്ക് പഠിക്കുന്നതാണ്. അപ്പോ ബേസിക്കലി നമുക്ക് പരിചയമുള്ളൊരു ഏരിയ കൂടിയാണ് ട്രേഡ് തിയറീസ്. പക്ഷെ റീസെന്റ് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്റർനാഷണൽ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയ്ക്ക് ഇത് നമ്മൾ കവർ ചെയ്ത് പോകണം. എന്ന് പറഞ്ഞാൽ ഇതിന്ന് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ചോദ്യങ്ങൾ മിസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നമുക്കറിയാം, ഓക്കെ, തിയറീസിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇയേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ഉപകാരപ്പെടും. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു. അതായത് ഇതിൽ ഓരോന്നിന്റെയും ഇയറിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കുക എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ അടുത്തായിട്ട് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. സോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആഡം സ്മിത്തിന്റെയാണ്, 1776 വന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോ ആണ്, 1817 വന്നിട്ടുള്ളത്.
എച്ച് ഒ തിയറും 1919-ലും 1939-ലും കൂടിയാണ് ഈ ഒരു തിയറി വന്നിട്ടുള്ളത്. ലിയോണ്ടിഫ് പാരഡോക്സ് വന്നത് 1953-ലാണ്. സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം വന്നത് 1941-ലാണ്. റെബ്സിൻസ്കി തിയറം വന്നിട്ടുള്ളത് 1955-ലാണ്. ഇതിൽ നമുക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നമുക്കറിയാം, ആഡം സ്മിത്ത് ബിഗിനിങ് ആയിരിക്കും നമുക്കറിയാം 1776. അതിനുശേഷം വന്നതാണ് റിക്കാർഡോയുടെ തിയറി എന്ന് നമുക്കറിയാം. പിന്നെ ഉള്ളതാണ് എച്ച് ഒ തിയറം 1919, 1933. രണ്ട് ഡിഫറെന്റ് ടൈംസിൽ വന്നിട്ടുള്ള തിയറികൾ കമ്പൈൻ ചെയ്താണ് എച്ച് ഒ തിയറി എന്ന് പറയുന്നത്. ഇതിനുശേഷം വന്ന തിയറി ആക്ച്വലി തിയറാണ് 41-ല്. ഈ 41-ല് വന്ന തിയറിക്ക് ശേഷം ലിയോണ്ടിഫ് പാരഡോക്സ്. ലിയോണ്ടിഫ് പാരഡോക്സ് ആക്ച്വലി എംപെരിക്കൽ ടെസ്റ്റിംഗ് ഓഫ് എച്ച് ഒ തിയർ ആണ്. ഇത് വന്നു പക്ഷേ സ്റ്റോൾപ്പർ സാമുവൽസൺ തിയർ 1953-ലാണ് വന്നിട്ടുള്ളത്. ഇതിനൊക്കെ ശേഷം വന്ന തിയറാണ് റെബ്സിൻസ്കി തിയറം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇയർ വൈസ് ഓൾമോസ്റ്റ് തിയറികളുടെ ഇയർ വൈസ് മനസ്സിലാക്കി വെക്കുന്നത് എക്സാമിന് വളരെ ഉപകാരപ്പെടും. ഈ അടുത്തായിട്ട് വന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഇയർ വൈസ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. അതേപോലെ WTO, ഗാട്ട്, വേൾഡ് ബാങ്ക് ഇതിന്റെയൊക്കെ റൗണ്ട്സ് ഉണ്ടാവും. ഇതിന്റെ റൗണ്ട്സിലും കൂടുതലായിട്ട് ഇയർ വൈസ് ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുന്നത് ഉപകാരപ്പെടും. ഓക്കെ, സോ ട്രേഡ് തിയറീസിന്റെ ബേസിക്സ് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, സോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആഡം സ്മിത്തിന്റെയാണ്, 1776-ലുള്ളതാണ്. ഇത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു തിയറിയാണ്. ഈ തിയറിയിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ എ കൺട്രി ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ഗുഡ് which it can produce in a greater quantity with the same quantity of resources than another country. അത് രണ്ട് രാജ്യങ്ങൾ, ഇത് 2x2x1 മോഡലാണ്. 2x1, 2 countries, 2 commodities, one factor of production. ഇവിടെ രണ്ട് രാജ്യങ്ങളുണ്ട്, ഇന്ത്യ, UK. രണ്ട് കമ്മോഡിറ്റി ഉണ്ട്, വീറ്റ്, ക്ലോത്ത്. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ലേബർ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വീറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, ഇന്ത്യക്ക് കൂടുതൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എന്നാൽ ക്ലോത്തിന്റെ കാര്യത്തിൽ UK-ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, UK-ക്ക് കൂടുതൽ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ കേസിൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യക്ക് വീറ്റിൽ അഡ്വാൻറ്റേജും UK-ക്ക് ക്ലോത്തിലും അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന സമയത്ത് ഓരോ രാജ്യം അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള പ്രൊഡക്റ്റ് ഏതാണോ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക. മറ്റേ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. 2500 rupees to you. Yeah. Huh? So I'll be getting some money from Rashid, please mute your mic. Okay. So 2021 മോഡൽ ഓരോ രാജ്യവും അവർക്ക് ഏതിലാണോ അഡ്വാൻറ്റേജ് ഉള്ളത് ആ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുക, സ്പെഷ്യലൈസ് ചെയ്യുക, അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, മറ്റേ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. പക്ഷേ ഈ തിയറത്തിന്റെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് പറയുന്നത്, ഓരോ രാജ്യത്തിനും ഒരു കമ്മോഡിറ്റിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഈ തിയറം പ്രകാരം അവിടെ ഇന്റർനാഷണൽ ട്രേഡ് വർക്ക്ഔട്ട് ആവുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ തിയറം. സോ ഒരു രാജ്യത്തിന് തന്നെ രണ്ട് കമ്മോഡിറ്റിയിലും അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന സമയത്ത് ട്രേഡ് നടക്കില്ല എന്നുള്ളതാണ് ഈ തിയറത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊരു ലിമിറ്റേഷൻ ആണ്. ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് റിക്കാർഡോയുടെ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി വന്നിട്ടുള്ളത്. ഈ തിയറം പ്രകാരം ഒരേ രാജ്യത്തിന് തന്നെയാണ് രണ്ട് കമ്മോഡിറ്റിയിലും അഡ്വാൻറ്റേജ് ഉള്ളതെങ്കിലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ട്രേഡ് പോസിബിൾ ആകും എന്നുള്ളതാണ്. ഈവൻ ഇഫ് എ കൺട്രി എ ഈസ് അബ്സല്യൂട്ട്ലി ബെറ്റർ അറ്റ് പ്രൊഡ്യൂസിങ് ബോത്ത് ഗുഡ്സ്, ട്രേഡ് ഈസ് സ്റ്റിൽ ബെനിഫിഷ്യൽ. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളുണ്ട്, 2021 മോഡലിൽ തന്നെയാണ്. ഇന്ത്യ, UK രണ്ട് രാജ്യങ്ങളുണ്ട്, വീറ്റ്, ക്ലോത്ത് രണ്ട് കമ്മോഡിറ്റികളുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ലേബർ. ഇവിടെ പറയുന്നത് വീറ്റ് ഉണ്ടാക്കണമെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ലേബർ യൂണിറ്റ് വേണം എന്നുള്ളതാണ്. അത് 4 യൂണിറ്റ് വേണം. ക്ലോത്ത് ഉണ്ടാക്കണമെങ്കിൽ 8 യൂണിറ്റ് വേണം. UK-ക്കാണെങ്കിൽ വീറ്റ് ഉണ്ടാക്കാൻ 6 യൂണിറ്റ് വേണം, ക്ലോത്ത് ഉണ്ടാക്കാൻ 10 യൂണിറ്റ് വേണം. ഇവിടെ നമുക്ക് മനസ്സിലാകും ഇന്ത്യക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത് രണ്ട് കമ്മോഡിറ്റിയിലും. കാരണം ഇന്ത്യക്ക് വീറ്റ് നിർമ്മിക്കണമെങ്കിൽ 4 യൂണിറ്റും മതി, ക്ലോത്ത് നിർമ്മിക്കണമെങ്കിൽ 8 യൂണിറ്റും മതി. UK-ക്കാണെങ്കിൽ വീറ്റ് ഉണ്ടാക്കാൻ 6 വേണം, ക്ലോത്ത് ഉണ്ടാക്കാൻ 10 വേണം. ഇവിടെ രണ്ട് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും സെയിം രാജ്യത്തിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷേ കമ്പാരേറ്റീവ്ലി നോക്കുന്ന സമയത്ത്, വീറ്റിന്റെ കാര്യം നോക്കുന്ന സമയത്ത്, വീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 4/8, ദാറ്റ് ഈസ് 0.5. UK-യുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 6/10, ദാറ്റ് ഈസ് 0.5.
സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ളത് വീറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാണ്. ഓക്കെ, ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്ലോത്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് 8/4 2 ആണ്. UK ആണെങ്കിൽ അത് 10/6 1.6 ആണ്. അപ്പൊ ക്ലോത്തിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുന്ന സമയത്ത് UK കുറവ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളത്. വീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലാണ് കുറവ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു കമ്മോഡിറ്റിയിൽ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുകയും മറ്റേ രാജ്യത്തിന് മറ്റേ കമ്മോഡിറ്റിയിൽ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഓരോ രാജ്യവും അവർക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ ഡേവിഡ് റിക്കാർഡോ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ രാജ്യത്തിന് തന്നെയാണ് രണ്ട് കമ്മോഡിറ്റിയിലും അഡ്വാൻറ്റേജ് ഉള്ളതെങ്കിൽ പോലും ഇവിടെ ട്രേഡ് പോസിബിൾ ആകും എന്നുള്ളതാണ് ഡേവിഡ് റിക്കാർഡോ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മൾ പറയുന്ന അഡ്വാൻറ്റേജ് തിയറീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നതാണ്. ഓക്കെ, വെരി ബേസിക്സ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ PYQസിലൂടെ പോവാം. ഓക്കെ, ഇതേ ബന്ധപ്പെട്ടുള്ള ഒരു PYQ നോക്കാണ്. അക്കോർഡിംഗ് ടു റിക്കാർഡോസ് തിയറി ഓഫ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്, a country should specialize in the production of goods in which it has. Okay, അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ആകുമ്പോൾ ഒരു കൺട്രി സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഏതിലാണ്? അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ള ഇതിലാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ള ഇതിൽ വേണം അതുവരെ സ്പെഷ്യലൈസ് ചെയ്യാൻ. ഓക്കെ, ഫൈൻ. വേറെ ചോദ്യം നോക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസ് said to exist when a country can produce commodity at a relatively lower opportunity cost. ഓക്കെ, അതായത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു കൺട്രിക്ക് ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എക്സർ-റോഹ്ലിൻ തിയറം, HO തിയറം എന്ന് പറയുന്നത്. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ചോദിക്കുന്നത് വളരെ കുറവാണ്, അത്രയും ബേസിക്സ് ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എക്സർ-റോഹ്ലിൻ തിയറം എന്ന് പറയുന്നത്, HO തിയറം എന്ന് പറയുന്നത്. HO തിയറം എക്സാമിന് കുറച്ചധികം കമ്പാരറ്റീവ്ലി കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, സോ HO തിയറം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മോഡൽസിനേക്കാൾ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ന്യൂർ വേർഷൻ ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് 2x2x2 മോഡലാണ്. 2 countries 2 goods 2 factors മോഡലാണ്. ഓക്കെ, 2 രാജ്യങ്ങളുണ്ട്, 2 കമ്മോഡിറ്റി ഉണ്ട്. മുമ്പേ സെയിം ആയിരുന്നു. ഇവിടെ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലേബറിനെ ക്യാപിറ്റലിനെ നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 രാജ്യങ്ങൾ, അപ്പോൾ ഈ 2 രാജ്യങ്ങളിലും ഒരു രാജ്യത്ത് ലേബർ അബുഡന്റ് ആണ്, മറ്റൊരു രാജ്യത്ത് ക്യാപിറ്റൽ അബുഡന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരാലോ. ഇന്ത്യയിൽ ലേബർ അബുഡന്റ് ആയിരിക്കും, ചിലപ്പോൾ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അബുഡന്റ് ആയിരിക്കും. HO തിയറം പ്രപ്പോസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഏത് ഫാക്ടർ ആണോ അബുഡന്റ് ആയിട്ടുള്ളത് ആ ഫാക്ടേഴ്സ് ഇന്റൻസീവായി ഉപയോഗിക്കുന്ന കമ്മോഡിറ്റീസ് ആയിരിക്കും ആ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുക. കൺട്രീസ് എക്സ്പോർട്ട് ഗുഡ്സ് ദാറ്റ് യൂസ് ദർ അബുഡന്റ് ഫാക്ടർ ഇന്റൻസീവ്ലി. അത് ഓരോ രാജ്യവും അവിടെ അബുഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ഇന്റൻസീവായി ഉപയോഗിക്കുന്ന കമ്മോഡിറ്റി ഏതാണോ ആ കമ്മോഡിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, ആ കമ്മോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക. ഒരു രാജ്യത്ത് ഏത് ഫാക്ടറാണ് ഇനി സ്കേഴ്സ് ആയിട്ടുള്ളത്, വളരെ കുറഞ്ഞു മാത്രമേ ഉള്ളത്, ആ ഫാക്ടർ ഇന്റൻസീവ്ലി യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റി അവിടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അവിടെ എക്സ്പോർട്ട് കുറവായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഒരു രാജ്യത്ത് ലേബർ ആണ് കൂടുതലുള്ളെങ്കിൽ ലേബർ കൂടുതലായിട്ട് ആവശ്യം വരുന്ന പ്രൊഡക്റ്റുകളാണ് അവർ ഉണ്ടാക്കുക, ആ പ്രൊഡക്റ്റുകളാണ് അവർ എക്സ്പോർട്ട് ചെയ്യുക. ഒരു രാജ്യത്ത് ഇനി ക്യാപിറ്റലാണ് കൂടുതലുള്ളതെങ്കിൽ ആ ക്യാപിറ്റൽ കൂടുതലായി ആവശ്യം വരുന്ന പ്രൊഡക്റ്റുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക, ആ പ്രൊഡക്റ്റുകളാണ് അവർ എക്സ്പോർട്ട് ചെയ്യുക. ഇതാണ് ബേസിക്കലി HO തിയറം പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം, ഫോർ എക്സാമ്പിൾ അമേരിക്ക,
അവിടെ അബുഡന്റ് ഫാക്ടർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ അവിടെ കൂടുതലുള്ള ക്യാപിറ്റൽ ആണെങ്കിൽ അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നതും അവർ എക്സ്പോർട്ട് ചെയ്യുന്നതും ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആയിരിക്കും. ഇനി അതേസമയം ഒരു രാജ്യത്ത് ലേബർ ആണ് കൂടുതലുള്ളതെങ്കിൽ അവര് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതും ലേബർ ഇന്റൻസീവ് ഗുഡ്സുകളായിരിക്കും എന്നുള്ളതാണ് ഈ തിയറിയിൽ ബേസിക് ആയിട്ട് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടും ബാക്കിയുള്ള ശേഷം വരുന്ന സ്റ്റോൾപ്പർ റിബ്സിൻസ്കി തിയറി ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ HO തിയറും ചോദിക്കാറുണ്ട്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നുള്ളതാണ്. ഈ 3 തിയറങ്ങളും ഓൾമോസ്റ്റ് സിമിലർ കോൺസെപ്റ്റുകളാണ്, ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൺഫ്യൂസ്ഡ് ആകുന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പൊ ഇവിടെ അസംഷൻസ് 2 countries 2 goods 2 factors മോഡലാണ്. അതേപോലെ എന്തുകൊണ്ടാണ് ട്രേഡ് നടക്കുന്നത് എന്നാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ട്രേഡ് നടക്കുന്നതിന്റെ കാരണം ഫാക്ടർ എൻഡോമെന്റിലെ ഡിഫറൻസ് ആണ്. അതായത് ചില രാജ്യങ്ങളിൽ ലേബർ കൂടുതലായിട്ടുണ്ടാകും, അപ്പോൾ അവര് കൂടുതൽ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റികൾ എക്സ്പോർട്ട് ചെയ്യും. ചില രാജ്യങ്ങളിൽ ക്യാപിറ്റൽ ആയിരിക്കും കൂടുതലുണ്ടാവുക, അപ്പൊ അവർ കൂടുതലായിട്ടും ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റികൾ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫാക്ടർ എൻഡോമെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്നത് എന്നുള്ളതാണ് HO തിയറും പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലിയോണ്ടിഫ് പാരഡോക്സ്. ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിയോണ്ടിഫ് പാരഡോക്സ് ഈസ് നോട്ട് എ തിയറി. അതൊരു തിയറി അല്ല. HO തിയറത്തിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ അത് തെറ്റാന്ന് വാദിക്കുന്ന മറ്റൊരു തിയറി ഒന്നുമല്ല ലിയോണ്ടിഫ് പാരഡോക്സ്. അത് ജസ്റ്റ് ഒരു എംപിരിക്കൽ അനാലിസിസ് മാത്രമാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ നടത്തിയ ഒരു സ്റ്റഡിന്റെ ഒരു റിപ്പോർട്ട് മാത്രമാണ്. അല്ലാതെ HO തിയറം റോങ് ആന്ന് വാദിക്കുന്ന ഒരു തിയറമായിട്ട് നമുക്ക് ലിയോണ്ടിഫ് പാരഡോക്സിനെ കാണാൻ കഴിയില്ല. അത് ലിയോണ്ടിഫ് പാരഡോക്സ് USA നടത്തിയ എംപിരിക്കൽ സ്റ്റഡിയിൽ HO തിയറത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. അത്ര മാത്രമേ ലിയോണ്ടിഫ് പാരഡോക്സിന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ HO തിയറം റോങ് ആണെന്ന് പറയുന്ന മറ്റൊരു തിയറി എന്ന നിലയ്ക്ക് ലിയോണ്ടിഫ് പാരഡോക്സ് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചില എക്സാമിനൊക്കെ ആ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ലിയോണ്ടിഫ് പാരഡോക്സ് 1953 വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു ക്യാപിറ്റൽ അബുഡന്റ് കൺട്രിയാണ്. അമേരിക്കയിൽ കൂടുതലായിട്ടുള്ളതും ക്യാപിറ്റലാണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ അബുഡന്റ് കൺട്രി എന്ന നിലക്ക് അമേരിക്ക കൂടുതലായും അക്കോർഡിംഗ് ടു HO തിയറം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്. പക്ഷേ അമേരിക്ക കൂടുതലായും പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടുതലായി എക്സ്പോർട്ട് ചെയ്യുന്നതും ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ് എന്നുള്ള ഒരു എംപിരിക്കൽ ഡാറ്റ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ രീതിയിലുള്ള റിസൾട്ട് ആണ് ലിയോണ്ടിഫ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിയോണ്ടിഫ് പാരഡോക്സ്. കാരണം HO തിയറം എന്താണോ പ്രൊഡക്റ്റ് ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അമേരിക്കയിൽ ലിയോണ്ടിഫ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാരഡോക്സിറ്റിയെ വിളിക്കുന്ന പേരാണ് ലിയോണ്ടിഫ് പാരഡോക്സ്. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് HO തിയറത്തിന് നമ്മൾ നള്ളിഫൈ ചെയ്യുന്ന ഒരു തിയറമായിട്ട് ലിയോണ്ടിഫ് പാരഡോക്സ് നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ചില എക്സ്പ്ലനേഷൻസ് ഒരുപക്ഷെ നമുക്ക് കിട്ടിയേക്കാം. HO തിയറത്തിന് ഓപ്പോസിറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലിയോണ്ടിഫ് HO തിയറത്തിനെ നള്ളിഫൈ ചെയ്യുന്ന മറ്റൊരു തിയറമായിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഇതൊരു പാരഡോക്സിറ്റി ആണ്. അമേരിക്കയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് HO തിയറത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണെങ്കിൽ അക്കോർഡിംഗ് ടു Heckscher-Ohlin theorem, a country will export goods which use its abundant factor. അല്ലേ? ആൻസർ ബി ആയിരിക്കും, abundant factor. ഓക്കെ ഓക്കെ സോ ഓരോ രാജ്യം അവർക്ക് അബുഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അത് ഇന്റൻസീവായി ഉപയോഗിക്കുന്ന കമ്മോഡിറ്റീസ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഓക്കെ, ഇതിന്റെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് റോങ് എന്ന് പറയുന്നത്? സ്കേസ് ഫാക്ടർ അല്ല ചെയ്യുക, അബുഡന്റ് ഫാക്ടർ ആണ് ചെയ്യുക. സ്കേസ് ഫാക്ടർ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് നമ്മൾ ഇമ്പോർട്ട് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ലിയോണ്ടിഫ് എംപിരിക്കൽ സ്റ്റഡി ഓഫ് US ട്രേഡ് ഇൻ 1950s found that US a capital abundant country was. ഓക്കെ, ഇത് മുന്നേ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ലിയോണ്ടിഫിന്റെ സ്റ്റഡി പ്രകാരം അമേരിക്ക ക്യാപിറ്റൽ അബുഡന്റ് കൺട്രി ആണ്, പക്ഷെ 4 ഓപ്ഷൻസ് ഉണ്ട്.
exporting capital intensive goods as predicted by HO. Option B, exporting labor intensive goods contradicting to HO, not trading due to trade barriers, importing both capital and labor intensive goods. അപ്പൊ എന്തായാലും ട്രേഡ് ബാരിയേഴ്സ് കാരണം ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് എന്തായാലും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരില്ല, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി കൺഫ്യൂഷൻ വരാണെങ്കിൽ തന്നെ എ ആണോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ വരാം. ഓക്കെ, സോ ഇതിൽ ലിയോണ്ടിഫ് പാരഡോക്സ് ആണ്. പാരഡോക്സ് എന്ന് പറയുമ്പോൾ കോൺട്രാഡിക്ടറി ആയിരിക്കും. അപ്പൊ കോൺട്രാഡിക്ടറി എന്ന് പറയുമ്പോൾ HO തിയറം പ്രൊഡിക്റ്റ് ചെയ്ത പോലെ സംഭവിക്കുകയാണെങ്കിൽ കോൺട്രാഡിക്ടറി വരുന്നില്ല. HO തിയറത്തിന് കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ആൻസർ വരുമ്പോഴാണ് പാരഡോക്സിറ്റി എന്ന് പറയുന്നത് തന്നെ. സോ അമേരിക്ക എക്സ്പോർട്ടിംഗ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് കോൺട്രാഡിക്റ്റിംഗ് ടു HO എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ ഇത് 2021 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോ ഇങ്ങനെ ലിയോണ്ടിഫ് പാരഡോക്സിറ്റിയും അതുപോലെ HO തിയറത്തിനെയും കണക്ട് ആക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. HO തിയറത്തിന്റെ ഒരു എക്സ്റ്റൻഷന് നമുക്ക് പഠിക്കാനുണ്ട്, സാമുവൽസൺ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറം പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ HO മോഡലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ട്രേഡ് നടക്കുന്ന സമയത്ത് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം അത് ഫാക്ടർ പ്രൈസിന്റെ ഇക്വലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ക്യാപിറ്റൽ കൂടുതലുള്ള രാജ്യങ്ങൾ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ലേബർ അബുഡന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ഡ്യൂ ടു ഗ്ലോബൽ കോമ്പറ്റീഷൻ ആൻഡ് ഓൾ, ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ഫാക്ടർ പ്രൈസുകൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഈക്വലൈസേഷൻ ചെയ്യും എന്നുള്ളൊരു തിയറം പറയുന്നുണ്ട്. HO തിയറത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, സാമുവൽസൺ എക്സ്റ്റൻഷനിലാണ് ഇത് കാര്യം പറയുന്നത്. ഓക്കെ, സോ HO തിയറം മോഡൽ പ്രൊഡിക്ട് ദാറ്റ് ട്രേഡ് ലീഡ്സ് ടു ഇക്വലൈസേഷൻ ഓഫ് ഔട്ട്പുട്ട് ലെവൽ അല്ല, ടെക്നോളജി അല്ല, ഫാക്ടർ പ്രൈസ് ആണ് ഇതിന്റെ ആൻസർ. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും അല്ല. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും തമ്മിലൊരു ബന്ധമില്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് ലെവൽ അല്ല, ടെക്നോളജി കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം HO തിയറം പ്രൊഡിക്ട് ചെയ്യുന്നത് ഇക്വലൈസേഷൻ ഓഫ് ഫാക്ടർ പ്രൈസസ് വിൽ ഹാപ്പൻ എന്നുള്ളതാണ്. അപ്പോ സാമുവൽസൺ എക്സ്റ്റൻഷൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം, ഫ്രീ ട്രേഡ് ലീഡ്സ് ടു ഇക്വലൈസേഷൻ ഓഫ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ഫാക്ടർ പ്രൈസസ് അക്രോസ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ മൊബിലിറ്റി ഇല്ല എന്ന് നമ്മൾ അസംഷനിൽ പറയുന്നുണ്ട്. ഒരു രാജ്യത്തിനകത്ത് ഫാക്ടർ മൊബിലിറ്റി ഉണ്ട്, ഒരു രാജ്യത്തിനകത്ത് മാത്രമേ ഫാക്ടറിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. രാജ്യങ്ങൾ തമ്മിലുള്ള ഫാക്ടർ മൊബിലിറ്റി ഇല്ല എന്നുള്ളതാണ് HO തിയറത്തിൽ നമ്മൾ പറയുന്ന ഒരു അസംഷൻ. എന്നിരുന്നാൽ പോലും ഡ്യൂ ടു ഗ്ലോബൽ കോമ്പറ്റീഷൻ ഫ്രീ ട്രേഡ് ലീഡ്സ് ടു ഇക്വലൈസേഷൻ ഓഫ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ഫാക്ടർ പ്രൈസസ്. എല്ലാ രാജ്യങ്ങളിലും ലേബറിന്റെ വേജ് ആണെങ്കിലും ക്യാപിറ്റലിന്റെ പ്രൈസ് ആണെങ്കിലൊക്കെ അത് ഇക്വലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതാണ് സാമുവൽസന്റെ എക്സ്റ്റൻഷൻ പറയുന്നത്. ഓക്കെ, സോ HO തിയറം പറഞ്ഞു. HO തിയറത്തിൽ ബേസിക്കലി പറയുന്നത് ഒരു രാജ്യത്ത് എന്താണ് കൂടുതൽ, ഏത് ഫാക്ടറാണ് കൂടുതലുള്ളത് ആ ഫാക്ടർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യാം, അത്ര മാത്രമേ ഇത് പറയുന്നുള്ളൂ. ക്യാപിറ്റലാണ് രാജ്യത്ത് കൂടുതലുള്ളെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക, ലേബറാണ് കൂടുതലുള്ളെങ്കിൽ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് HO തിയറത്തിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് ഓൾമോസ്റ്റ് സിമിലർ ആണ് സ്റ്റോൾപ്പർ സാമുവൽസൺ തിയർ ആണെങ്കിലും റിബ്സിൻസ്കി തിയർ ആണെങ്കിലൊക്കെ. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ രണ്ടാമതോട് പറയാൻ പോകുന്നത് സ്റ്റോൾപ്പർ സാമുവൽസൺ തിയർ ആണ്. ഓക്കെ, 1941 സ്റ്റോൾപ്പർ ആൻഡ് സാമുവൽസൺ ഈ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ തിയറം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ട്രേഡ് ഇൻക്രീസസ് ദ റിട്ടേൺ ടു ദ അബുഡന്റ് ഫാക്ടർ ആൻഡ് ഡിക്രീസസ് ദ റിട്ടേൺ ടു ദ സ്കേഴ്സ് ഫാക്ടർ. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഫ്രീ ട്രേഡ് ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഫ്രീ ട്രേഡ് ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്ത് അബുഡന്റ് ഫാക്ടർ ഏതാണോ അതിന്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യും. ആ രാജ്യത്ത് സ്കേഴ്സ് ഫാക്ടർ ഏതാണോ അതിന്റെ റിട്ടേൺ ഡിക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് ഫ്രീ ട്രേഡ് നടക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റലാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഒരു രാജ്യത്ത് ലേബറാണ് കൂടുതലുള്ളെങ്കിൽ അവിടെ ലേബറിന്റെ റിട്ടേൺ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രാജ്യത്ത് ഏതാണ് കൂടുതലായിട്ടുള്ളത് ആ ഫാക്ടറിന്റെ റിട്ടേൺ കൂടും എന്നുള്ളതാണ് സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം പറയുന്നത്. ഗിവൻ ദാറ്റ് ഫ്രീ ട്രേഡ് ഈസ് ദർ, ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും.
ഇനി ഗവൺമെന്റ് താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ താരിഫ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഏതാണോ കൂടുതലുള്ള ഫാക്ടർ അതിന്റെ റിട്ടേൺസ് കുറഞ്ഞു വരും, ഏതാണോ കുറവുള്ള ഫാക്ടർ അതിന്റെ റിട്ടേൺസ് കൂടി വരും എന്നുള്ളതാണ് സ്റ്റോൾപ്പർ-സാമുൽസൺ തിയറം പറയുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അത് ഫ്രീ ട്രേഡ് ആണ് ഉള്ളത് എങ്കിൽ ഫസ്റ്റ് സിനാരിയോ ഫ്രീ ട്രേഡ് ഓപ്പൺസ് അപ്പ്. അപ്പോ ഫ്രീ ട്രേഡ് ഉള്ള സമയത്ത് അവിടെ ഏത് ഫാക്ടറാണോ കൂടുതലുള്ളത് അതിന്റെ റിട്ടേൺ കൂടിക്കൊണ്ടേയിരിക്കും. അവിടെ ക്യാപിറ്റലാണ് കൂടുതലുള്ളെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി അവിടെ ലേബർ ആണ് കൂടുതലുള്ളെങ്കിൽ ലേബറിന്റെ റിട്ടേൺസ് കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ലേബറാണ് കൂടുതലുള്ളതെങ്കിൽ ലേബറിന്റെ വേജ് കൂടിക്കൊണ്ടേയിരിക്കും, അതിന് ഗെയിൻസ് ഉണ്ടാവും. ഇവിടെ കുറവുള്ളത് ക്യാപിറ്റൽ ആണല്ലോ, അപ്പൊ ക്യാപിറ്റലിന്റെ റിട്ടേൺസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ നാട്ടിൽ ക്യാപിറ്റലാണ് കൂടുതലുള്ളെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺസ് കൂടും, കുറവുള്ള ലേബറിന്റെ വേജ് കുറഞ്ഞു വരും എന്നുള്ളതാണ് സ്റ്റോൾപ്പർ-സാമുൽസൺ തിയറം പറയുന്നത്. ഇനി നമ്മൾ താരിഫ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ മൊത്തം മാറും. താരിഫ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് മാറും. ഏതാണ് കൂടുതലുള്ളത് അതിന്റെ റിട്ടേൺസ് കുറയും, ഏതാണ് കുറവുള്ളത് അതിന്റെ റിട്ടേൺസ് കൂടും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ലേബർ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലേബറിന്റെ വേജ് കൂടും ഫ്രീ ട്രേഡ് വരികയാണെങ്കിൽ. ഓക്കെ, ക്യാപിറ്റലിന്റെ റിട്ടേൺസ് കുറയും. അപ്പോ ലേബർ റിട്ടേൺസ് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ട്രേഡ് ആയിരിക്കും നല്ലത്. ഇനി ക്യാപിറ്റലിന്റെ റിട്ടേൺ കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താരിഫ് ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഗിവൺ ദാറ്റ് നമ്മുടെ നാട്ടിൽ ലേബറിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് ആണെങ്കിൽ അവിടെ ഏതാണോ അബുഡന്റ് ഫാക്ടർ അതിന്റെ റിട്ടേൺസ് കൂടും, ഏതാണോ സ്കേഴ്സ് ഫാക്ടർ അതിന്റെ റിട്ടേൺസ് കുറയും. ഇനി താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് മാറും, അബുഡന്റ് ഫാക്ടറിന്റെ റിട്ടേൺ കുറയും, സ്കേഴ്സ് ഫാക്ടറിന്റെ റിട്ടേൺ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇത് മിറർ ഇമേജ് ഓഫ് എച്ച്ഒ തിയറം എന്ന് പറയാറുണ്ട്. കാരണം എച്ച്ഒ തിയറത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു രാജ്യത്ത് ഏത് ഫാക്ടറാണോ കൂടുതലുള്ളത് ആ ഫാക്ടർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഏത് ഫാക്ടറാണോ കൂടുതലുള്ളത് ആ ഫാക്ടർ ഇന്റൻസീവ് കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അത് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എച്ച്ഒ തിയറം പറഞ്ഞത്. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. ഒരു രാജ്യത്ത് ക്യാപിറ്റലാണ് കൂടുതലുള്ളതെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിരിക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ക്യാപിറ്റൽ റിട്ടേൺ കൂടുകയും ചെയ്യും. ഇനി ഒരു രാജ്യത്ത് ലേബർ കൂടുതലുണ്ടെങ്കിൽ എച്ച്ഒ തിയറം പ്രകാരം ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് ലേബർ എന്ന് പറയുന്ന ഫാക്ടറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ലേബറിന്റെ റിട്ടേൺസ് കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി എച്ച്ഒ തിയറത്തിന് മിറർ ഇമേജ് ആയിട്ട് സ്റ്റോൾപ്പർ-സാമുൽസൺ തിയറത്തിനെ വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ അബുഡന്റ് ഫാക്ടറിനാണ് മെച്ചം, സ്കേഴ്സ് ഫാക്ടറിന് നഷ്ടമായിരിക്കും ഫ്രീ ട്രേഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി താരിഫ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അബുഡന്റ് ഫാക്ടറിന് നഷ്ടമായിരിക്കും, സ്കേഴ്സ് ഫാക്ടറിന് വിൻ സിനാരിയോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇതിന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, സ്റ്റോൾപ്പർ-സാമുൽസൺ തിയറത്തിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ സ്റ്റോൾപ്പർ-സാമുൽസൺ തിയറം ഫ്രീ ട്രേഡ് വിൽ. ഓക്കെ, ഇതിന് ആൻസർ എന്തായിരിക്കും? ഫ്രീ ട്രേഡ് എന്തിന് കാരണമാകും അക്കോർഡിംഗ് ടു സ്റ്റോൾപ്പർ-സാമുൽസൺ തിയറം? ഓക്കെ, നമ്മൾ പറഞ്ഞു എച്ച്ഒ തിയറത്തിന് മിറർ ഇമേജ് ആണെന്ന് പറഞ്ഞു. അപ്പോ അബുഡന്റ് ഫാക്ടർ ആയിരിക്കും വിന്ന് ഫ്രീ ട്രേഡ് ആണെങ്കിൽ, സ്കേഴ്സ് ഫാക്ടർ ലോസ് ആയിരിക്കും. താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അബുഡന്റ് ഫാക്ടറിന് ലോസും സ്കേഴ്സ് ഫാക്ടറിന് വിന്നും ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഫ്രീ ട്രേഡ് ആണ്, അപ്പൊ എന്ത് സംഭവിക്കും? അബുഡന്റ് ഫാക്ടറിന് ബെനിഫിറ്റ് ചെയ്യും, അതേപോലെ സ്കേഴ്സ് ഫാക്ടറിന് ഹാം ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ ബി, ബെനിഫിറ്റ് ദ അബുഡന്റ് ഫാക്ടർ, ഹാം ദ സ്കേഴ്സ് ഫാക്ടർ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ആണ്, ഇതും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്.
In a capital abundant country, imposing a tariff on labor-intensive imports will, according to Stokes-Samuelson theorem, leads to അത് ഇവിടെ ഫ്രീ ട്രേഡ് അല്ല, താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കാം. ഓക്കെ, അപ്പോ കൺട്രി ക്യാപിറ്റൽ അബുഡന്റ് കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ നോർമൽ ഫ്രീ ട്രേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അബുഡന്റ് കൺട്രിയിൽ ക്യാപിറ്റലിന് വിന്നായിരിക്കണം. പക്ഷേ ഇവിടെ താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റലിന് ഹാം ആയിരിക്കും, ക്യാപിറ്റലിന് ലോസ് ആയിരിക്കും. അപ്പോ ക്യാപിറ്റലിന് റിട്ടേൺ കുറയും. ക്യാപിറ്റൽ റിട്ടേൺ എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ റിട്ടേൺ പ്രോഫിറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ പ്രോഫിറ്റ് കുറയും. അതേപോലെ ഇവിടെ സ്കേസ് റിസോഴ്സ് എന്ന് പറയുന്നത് ലേബറാണ്. അപ്പൊ ലേബറിനായിരിക്കും വിൻ ഉണ്ടാവുക. അപ്പൊ ലേബറിന്റെ റിട്ടേൺസ് കൂടും. അപ്പോ വേജ് കൂടും, ഫോൾ ഇൻ പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ അബുഡന്റ് കൺട്രിയാണ്, താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. താരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അബുഡന്റ് ഫാക്ടറിന്റെ റിട്ടേൺ കുറയും, സ്കേസ് ഫാക്ടറിന്റെ റിട്ടേൺ കൂടും. ഇവിടെ സ്കേസ് ഫാക്ടർ ലേബർ ആണ്, ലേബറിന്റെ റിട്ടേൺ വേജ് ആണ്, വേജ് കൂടും. അബുഡന്റ് ഫാക്ടറിന്റെ റിട്ടേൺ പ്രോഫിറ്റ് ആണ്, അത് കുറയും. അപ്പൊ വേജ് കൂടും, പ്രോഫിറ്റ് കുറയും എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. റൈസ് ഇൻ വേജ് ആൻഡ് ഫോൾ ഇൻ പ്രോഫിറ്റ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയും. Stokes-Samuelson theorem states that an increase in the relative price of a commodity will raise the real return of the factor. Stokes-Samuelson theorem പ്രകാരം increase in the relative price of a commodity, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് വർദ്ധിക്കുന്ന സമയത്ത് will raise the real return of the factor. ആൻസർ ഓപ്ഷൻ ബി ആണ്, യൂസ്ഡ് ഇന്റൻസീവ്ലി ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. അത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് the real reward for the factor used intensively in producing that goods raises more than proportionately. Okay, so ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ ആ പ്രൊഡക്റ്റിന് കൂടുതലായിട്ട് ഉപയോഗിച്ചുള്ള ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺ കൂടും, അതിന് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലേബർ ആണെങ്കിൽ ലേബറിന്റെ റിട്ടേൺ കൂടും എന്നുള്ളതാണ്. Which factor benefit from protective tariff according to Stokes-Samuelson theorem in a labor abundant country? ഇതൊന്ന് ആൻസർ ചെയ്യോ? ലേബർ അബണ്ടന്റ് എക്കോണമി ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് താരിഫ് ഉണ്ടാകുമ്പോൾ ഏത് ഫാക്ടർ ആയിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാന്നുള്ളത്? ഏതായിരിക്കും? ഓക്കെ, യെസ്, ക്യാപിറ്റൽ ആയിരിക്കും. കാരണം ലേബർ അബണ്ടന്റ് എക്കോണമിയാണ്. ഇപ്പൊ നോർമൽ കേസിൽ ലേബർ ആണ് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പ്രൊട്ടക്റ്റീവ് താരിഫ് ഉണ്ട്, അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ്, ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ലേബർ അബണ്ടന്റ് എക്കോണമി country, the opening of free trade according to Stokes-Samuelson will, അത് ഫ്രീ ട്രേഡ് ആണ്, ലേബർ അബണ്ടന്റ് കൺട്രി ആണ്. അപ്പോ ഏതായിരിക്കും? ഫ്രീ ട്രേഡ് ആകുമ്പോൾ അബുഡന്റ് ഫാക്ടർ ഏതാണോ അതിന്റെ റിട്ടേൺസ് കൂടും. ഇവിടെ അബുഡന്റ് ലേബർ ആണ്, അപ്പൊ ലേബറിന്റെ റിട്ടേൺസ് വേജ് കൂടും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. റേസസ് വേജ് ആൻഡ് റെഡ്യൂസ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ അബുഡന്റ് ഫാക്ടർ ഏതാണോ അതിന്റെ റിട്ടേൺസ് കൂടും. ഫ്രീ ട്രേഡ് ആണെങ്കിൽ താരിഫ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോ സ്റ്റോക്സ്-സാമുൽസൺ തിയറത്തിൽ പറയുന്നത് ഒരു രാജ്യത്ത് ഏതാണോ അബുഡന്റ് ഫാക്ടർ അതിന്റെ റിട്ടേൺസ് കൂടും, ഏതാണോ സ്കാസ് ഫാക്ടർ അതിന്റെ റിട്ടേൺസ് കുറയും, ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ ഫ്രീ ട്രേഡ്. ഇനി താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അബുഡന്റ് ഫാക്ടറിന്റെ റിട്ടേൺസ് കുറയും, സ്കാസ് ഫാക്ടറിന്റെ റിട്ടേൺസ് കൂടും എന്നുള്ളതാണ് സ്റ്റോക്സ്-സാമുൽസൺ തിയറത്തിൽ പറയുന്നത്. ഇതേ ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തതും കുറച്ചുകൂടെ പ്രാധാന്യം ഉള്ളതായിട്ടുള്ള ഒരു തിയറാണ് റെബ്സിൻസ്കി തിയറം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിന്റെ ഒരു കോർ ഐഡിയ എന്താന്ന് പറഞ്ഞാല്, ഇപ്പോ ഒരു നാട്ടില് ഒരു ഫാക്ടറിന്റെ അളവ് വർദ്ധിച്ചു. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേബർ വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ലേബർ വർദ്ധിക്കുകയാണെങ്കിൽ ആ ലേബർ ഇന്റൻസീവായിട്ട് ഉപയോഗിക്കുന്ന കമ്മോഡിറ്റി ഏതാണോ അതിന്റെ പ്രൊഡക്ഷനും കൂടും എന്നുള്ളതാണ്. ഇഫ് വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുകയാണെങ്കിൽ ആ ഫാക്ടർ ഇന്റൻസീവായി ഉപയോഗിക്കുന്ന കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോ രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൽ ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ, ക്യാപിറ്റലിന്റെ അളവ് കൂടുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി ഒരു നാട്ടിൽ ലേബറിന്റെ അളവ് കൂടുകയാണെങ്കിൽ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും, ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയും. നമ്മുടെ നാട്ടിൽ ലേബേഴ്സ് വളരെ കൂടി, കുറെ തൊഴിലാളികളുണ്ട്. അപ്പൊ കുറെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ കമ്മോഡിറ്റീസിന്റെ പ്രൊഡക്ഷൻ കൂടും, ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റീസിന്റെ പ്രൊഡക്ഷൻ കുറയും. ക്യാപിറ്റൽ വർദ്ധിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും, ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയും എന്നുള്ളതാണ് റിബ്സിൻസ്കി തിയറി പറയുന്നത്. അപ്പോൾ ഇതേ ബന്ധപ്പെട്ടുള്ള വേറെ കോൺസെപ്റ്റ് ആണ് ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ച് ഡിസീസിൽ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നാട്ടില് നെതർലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് പറയുന്നത്. ഒരു നാട്ടില് നാച്ചുറൽ റിസോഴ്സിന്റെ ഡിസ്കവറി ഉണ്ടാവുകയാണ്, എന്നുവെച്ചാൽ ഓയിൽ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഒരു സ്പെസിഫിക് മേഖലയിൽ, ആ ഒരു സ്പെസിഫിക് സെക്ടറിൽ വലിയ ബൂം ഉണ്ടാവും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രൊഡക്ഷൻ കൂടും. ഇഷ്ടംപോലെ ഓയിൽ ഉണ്ടാകുമ്പോൾ ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് മറ്റുള്ള മേഖലയിലുള്ള ഗ്രോത്ത് കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ തിയറത്തിന്റെ ഒരു അപ്ലിക്കേഷൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് നമ്മുടെ അസംഷൻ, അതായത് എക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലാണ് ഉള്ളതെന്നാണ് അസംഷൻ. അപ്പോ ഒരു മേഖലയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള മേഖലയിലുള്ള ക്യാപിറ്റലും ലേബേഴ്സും ഈ മേഖലയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യപ്പെടുകയും രണ്ടാമത്തെ മേഖല ക്യാപിറ്റലും ലേബറും കുറഞ്ഞ ആ മേഖലയിൽ പ്രൊഡക്ഷനും ഗ്രോത്തും കുറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഓയിൽ ഡിസ്കവറി ഉണ്ടാവുകയാണെങ്കിൽ ഓയിൽ റിലേറ്റഡ് സെക്ടർ ബൂം ചെയ്യുകയും അതേസമയം മാനുഫാക്ചറിങ് സെക്ടർ അത് എന്താ പറയാ, അത് കുറച്ച് പ്രശ്നത്തിലേക്ക് പോവുകയും കോൺട്രാക്ട് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം അവിടെ നിന്നുള്ള ലേബേഴ്സും അവിടെ നിന്നുള്ള ക്യാപിറ്റലും ഈ ഓയിൽ റിലേറ്റഡ് സെക്ടറിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ബേസിക്കലി തിയറി പറയുന്നത് ഒരു ഫാക്ടർ കൂടുന്ന സമയത്ത് ആ ഫാക്ടറിന്റെ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടുകയും രണ്ടാമത്തെ ഫാക്ടറിന്റെ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. ലേബർ കൂടുകയാണെങ്കിൽ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും, ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിബ്സിൻസ്കി തിയറം കൂടുതലായി ചോദിച്ച് കാണാറുണ്ട്. ഇതിനൊരു ക്വസ്റ്റ്യന്, ദ റിബ്സിൻസ്കി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് കോൺസ്റ്റന്റ് കമ്മോഡിറ്റി പ്രൈസസ് ആൻഡ് ഇൻക്രീസ് ഇൻ വൺ ഫാക്ടർ എൻഡോമെന്റ് ലീഡ്സ് ടു. ഓക്കെ, അപ്പോൾ ഒരു ഫാക്ടർ എൻഡോമെന്റ് വർദ്ധിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ ഓപ്ഷൻ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ടു ഔട്ട്പുട്ട് ഇൻ ബോത്ത് ഗുഡ്സ്. രണ്ടിലും പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഉണ്ടാവുന്നതാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ഈ മൂന്ന് തിയറത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ബോത്ത് സംഭവിക്കാറില്ല. ഏതെങ്കിലും ഒന്നിൽ കൂടുമ്പോൾ മറ്റൊരു കുറയാണ് ചെയ്യുക. കാരണം ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുമ്പോൾ മറ്റൊരു കുറയും. അപ്പൊ ഇവിടെ ഒരു ഫാക്ടർ എൻഡോമെന്റ് കൂടുമ്പോൾ ഓപ്ഷൻ ബി ആണ് പറയുന്നത് അല്ലെ. ഓക്കെ, ബി എന്താ? ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓഫ് ദ ഇന്റൻസീവ് ഗുഡ് ആൻഡ് ഡിക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ അതർ. ഓക്കെ, അപ്പൊ ഏത് ഫാക്ടർ എൻഡോമെന്റ് ആണോ കൂടുന്നത്, ഏത് ഫാക്ടർ ആണോ വർദ്ധിക്കുന്നത്, ആ ഫാക്ടറിന്റെ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂടുകയും മറ്റുള്ള കമ്മോഡിറ്റിയുടെ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ദ ഇന്റൻസീവ് ഗുഡ്, ഡിക്രീസ് ഇൻ ദ അതർ. ഓക്കെ, അപ്പൊ ഒരു ഫാക്ടർ ഇൻക്രീസ് ആകുന്ന സമയത്ത് ആ ഫാക്ടർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു. രണ്ടാമത്തെ ഫാക്ടറിന്റെ
ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ബോത്ത് ഗുഡ്സ് കനോട്ട് റൈസ് ടുഗദർ. രണ്ട് കമ്മോഡിറ്റീസിനും ഒരേപോലെ പ്രൊഡക്ഷൻ കൂടാൻ കഴിയില്ല. കാരണം ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് മറ്റേ കമ്മോഡിറ്റി ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ മറ്റേ ഫാക്ടർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് റിബ്സിൻസ്കി തിയറം ഇൻ റിയൽ വേൾഡ്? റിബ്സിൻസ്കി തിയറത്തിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൽ പോപ്പുലറായി പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ഡച്ച് ഡിസീസ് എഫക്റ്റ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഓയിൽ റിസർവ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രൊഡക്ഷൻ കൂടുകയും എന്നാൽ മറ്റുള്ള മാനുഫാക്ചറിങ് പോലെയുള്ള മറ്റുള്ള മേഖലയിലുള്ള പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നുള്ള ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നമ്മൾ കാണാറുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ ചെയ്യാം മൂന്ന് തിയറികളും. അപ്പോൾ ഇത് മൂന്നും ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എച്ച്ഒ തിയറത്തിൽ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ട്രേഡ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് എച്ച്ഒ തിയറം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം വൈ ട്രേഡ് ഒക്കർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ട്രേഡ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവർ പറയുന്ന ആൻസർ എന്താന്ന് പറഞ്ഞാൽ, എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ ഫാക്ടർ എൻഡോമെന്റിൽ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ട്രേഡ് സംഭവിക്കുന്നത്. ഇപ്പൊ ഫാക്ടർ എൻഡോമെന്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ, ചില രാജ്യങ്ങളിൽ ക്യാപിറ്റൽ കൂടുതലുണ്ട്, ചില രാജ്യങ്ങളിൽ ലേബർ കൂടുതലുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ കൂടുതലുള്ള രാജ്യങ്ങളിൽ അവര് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു. ലേബർ കൂടുതലുള്ള രാജ്യങ്ങളിൽ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എച്ച്ഒ തിയറം പറയുന്നത്. ഇതിനെ തന്നെ വേറൊരു വേർഷനാണ് സ്റ്റോക്ക്വർ സാമുൽസൺ തിയറം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഫാക്ടർ ഇൻകം എഫക്ട് ഓഫ് ട്രേഡ്. അതായത് ഫ്രീ ട്രേഡ് ആണെങ്കിൽ അവിടെ ആ രാജ്യത്ത് ക്യാപിറ്റലാണ് അബുഡന്റ് ആയിട്ടുള്ളതെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺ വർദ്ധിക്കുന്നു, ലേബർ ആണ് അബുഡന്റ് ആയിട്ടുള്ളതെങ്കിൽ ലേബറിന്റെ റിട്ടേൺ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്ക്വർ സാമുൽസൺ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറവുള്ള ഫാക്ടർ ഏതാണോ അതിന്റെ റിട്ടേൺസ് കൂടുന്നു, കൂടുതലുള്ള അബുഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അതിന്റെ റിട്ടേൺസ് കുറയുന്നു എന്നുള്ളതാണ് സ്റ്റോക്ക്വർ സാമുൽസൺ തിയറം പറയുന്നത്. ഇനി ഓക്കെ, മൂന്നാമത്തെ ഹെഡിങ് മാറിയിട്ടുണ്ട്. റിബ്സിൻസ്കി തിയറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിബ്സിൻസ്കി തിയറത്തിൽ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ ഏതെങ്കിലും ഒരു ഫാക്ടർ വർദ്ധിക്കുന്ന സമയത്ത്, ക്യാപിറ്റൽ വർദ്ധിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഇന്റൻസീവ് സെക്ടർ മെച്ചപ്പെടുന്നു, അത് ഇംപ്രൂവ് ആവുന്നു. മറ്റുള്ള അതായത് രണ്ടാമത്തെ ഫാക്ടർ ഇന്റൻസീവ് സെക്ടർ അത് താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് ക്യാപിറ്റൽ ആണ് വർദ്ധിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു, ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് റിബ്സിൻസ്കി തിയറത്തിൽ പറയുന്നത്. ഇവിടെ ഒരു അസംപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കമ്മോഡിറ്റി പ്രൈസ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത് മൂന്നും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എച്ച്ഒ തിയറത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാ, ചില രാജ്യങ്ങളിൽ ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടാവുന്നു, അപ്പോൾ അവർ കൂടുതലായിട്ടും ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ട്രേഡ് സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എച്ച്ഒ തിയറം പറയുന്നത്. സ്റ്റോക്ക്വർ സാമുൽസൺ തിയറം പറയുന്നത് ഫ്രീ ട്രേഡ് ആണെങ്കിൽ ഒരു രാജ്യത്ത് ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺസ് കൂടുതലായിരിക്കും, ലേബർ കൂടുതലുണ്ടെങ്കിൽ ലേബറിന്റെ റിട്ടേൺസ് കൂടുതലായിരിക്കും. ഇനി അഥവാ അവിടെ താരിഫ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റലാണ് കൂടുതലുള്ളതെങ്കിൽ ലേബറിന്റെ റിട്ടേൺസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഇനി ലേബറാണ് കൂടുതലുള്ളെങ്കിൽ ക്യാപിറ്റലിന്റെ റിട്ടേൺസ് ആയിരിക്കും കൂടുതലുണ്ടാവുക എന്നുള്ളതാണ് സ്റ്റോക്ക്വർ സാമുൽസൺ തിയറം പറയുന്നത്. ഇനി റിബ്സിൻസ്കി തിയറം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ കൂടുന്ന സമയത്ത് ആ ഫാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ അതിന്റെ സെക്ടർ ഇംപ്രൂവ് ആവും. ഇനി ലേബർ കൂടുകയാണെങ്കിൽ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റീസിന്റെ സെക്ടർ ഇംപ്രൂവ് ആവും, ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ സെക്ടർ കുറച്ച് മോശമാവും. ഇനി ക്യാപിറ്റലാണ് കൂടുന്നതെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ സെക്ടർ ഇംപ്രൂവ് ആവും എന്നുള്ളതാണ് റിബ്സിൻസ്കി തിയറം പറയുന്നത്. ഈ മൂന്ന് തിയറും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ട്രേഡ് തിയറി എന്നുള്ള ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മിക്കവാറും ചോദിക്കുക മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിരിക്കും. അപ്പോ ഇൻ കേസ് കൺഫ്യൂഷൻ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തിയറി നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ പോലും എലിമിനേഷനൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഓക്കെ
ഇത് 4 ടൈപ്പിൽ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഈ 4 കാര്യങ്ങളും ഏത് തിയറത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ കഴിയോ? ഒരു രാജ്യം എന്തിന് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറം ഏതാ? വാട്ട് ഡസ് എ കൺട്രി എക്സ്പോർട്ട്? ഒരു രാജ്യം എന്തിനാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറം. ഒരു രാജ്യം ഏത് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറം ഏതാ? എച്ച്ഒ തിയർ ആണോ, സ്റ്റോപ്പിൽ സാമൻസൺ തിയർ ആണോ, റെബ്സിൻസ്കി ആണോ? യെസ്, എച്ച്ഒ തിയർ ആണ്. രണ്ടാമത്തെ, ഹു ഗെയിൻസ് ഓർ ലോസസ് ഫ്രം ട്രേഡ് ഓഫ് ഓർ താരിഫ്? ഫ്രീ ട്രേഡോ താരിഫോ സംഭവിക്കുന്ന സമയത്ത് ആർക്കാണ് ഗെയിൻ ഉണ്ടാകുന്നത്, ആർക്കാണ് ലോസ് ഉണ്ടാകുന്നത്? സ്റ്റോപ്പിൽ സാമൻസൺ തിയറം. യെസ്, കറക്റ്റ്. മൂന്നാമത്തത്, വാട്ട് ഹാപ്പൻസ് ടു ഔട്ട്പുട്ട് വെൻ എ ഫാക്ടർ ഗ്രോസ്? ഏതെങ്കിലും ഒരു ഫാക്ടർ വർദ്ധിക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരുന്നില്ല? റെബ്സിൻസ്കി. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതാണ് ഈ 3 തിയർ എന്ന് പറയുന്നത്. തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നാലാമത്തെ കാര്യം എന്താ? വൈ ഡിഡ് US എക്സ്പോർട്സ് കോൺട്രാഡിക്ട് ടു എച്ച്ഒ എന്ന് പറയുന്നത് അതെന്താണ്? എന്തിനാ സൂചിപ്പിക്കുന്നത്? തിയറ അല്ല, അത് ലിയോണ്ടിഫ് പാരഡോക്സ് ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് വേർഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യം എന്ത് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത എച്ച്ഒ തിയർ ആണ്. ഏതാണോ ഫാക്ടർ കൂടുതലുള്ളത് അത് എക്സ്പോർട്ട് ചെയ്യും. ഇനി ഒരു രാജ്യത്ത് ട്രേഡിലൂടെയും താരിഫിലൂടെയും ആർക്കാണ് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാകുന്നത് പറഞ്ഞത് സ്റ്റോപ്പിൽ സാമൻസൺ തിയർ ആണ്. ഇനി ഫാക്ടർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ റെബ്സിൻസ്കി ആണ്. US എക്സ്പോർട്ടിൽ കോൺട്രാഡിക്ടറി ഉണ്ടായതിനെ പറ്റി പറയുന്നത് ലിയോണ്ടിഫ് പാരഡോക്സ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഇതേ ബന്ധപ്പെട്ടുള്ള കുറച്ച് PYQ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് ആൻസർ എന്തായിരിക്കും? ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. 3 ഓൾമോസ്റ്റ് സിമിലർ സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞത്. ഏതായിരിക്കും? എ, ഓപ്ഷൻ എ. ഓക്കെ, ഇതിൽ എച്ച്ഒ തിയറും ഫാക്ടർ അബുഡൻസിന്റെ ബേസിൽ ഉണ്ടാകുന്ന ട്രേഡിന്റെ ഡയറക്ഷൻ ആണ്, അതായത് A2. ഓക്കെ, സ്റ്റോപ്പിൽ സാമൻസൺ തിയറും ഫാക്ടർ ഇൻകം എഫക്ട് ഓഫ് ഓപ്പണിംഗ് ട്രേഡ്, അതായത് ട്രേഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്തോ ഫാക്ടർ ഇൻകത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റിനെ പറ്റിയാണ് സ്റ്റോപ്പിൽ സാമൻസൺ തിയറം പറയുന്നത്. റെബ്സിൻസ്കി തിയറം പറയുന്നത് ഫാക്ടർ എൻഡോമെന്റ് ഗ്രോത്തിൽ ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എ ആണ്. A2, B3, C1 ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇനി അസേഷൻ റീസൺ. ഇപ്പോ കൂടുതലായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളാണല്ലോ കൂടുതലായി വരുന്നത്. അപ്പോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഫ്രീ ട്രേഡ് ഇൻ ലേബർ അബുഡന്റ് കൺട്രി റൈസസ് വേജ്. ഓക്കെ, അപ്പൊ ഏത് തിയറാ? സ്റ്റോപ്പിൽ സാംസൺ തിയറം റിലേറ്റഡ് സാധാരണ അസേഷൻ 1. അതായത് ഫ്രീ ട്രേഡ് ഇൻ ലേബർ അബുഡന്റ് കൺട്രി റൈസസ് വേജ്. ഓക്കെ, അപ്പോ ഫ്രീ ട്രേഡ് ആണ്. അപ്പോ അബുഡന്റ് ഫാക്ടറിന്റെ റിട്ടേൺസ് ആണ് വിൻ ചെയ്യുന്നത്, കൂടുന്നത്. ഇവിടെ ലേബർ അബുഡന്റ് കൺട്രി ആണ്. അപ്പോ എന്താണ് കൂടുക? വേജ് കൂടും. അപ്പോ സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണോ? അസേഷൻ കറക്റ്റ് ആണോ? അസേഷൻ കറക്റ്റ് ആണ്. ഇനി റീസണിലേക്ക് വരികയാണെങ്കിൽ ബിക്കോസ് ട്രേഡ്, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ട്രേഡ് കോസസ് ലേബർ ഇന്റൻസീവ് എക്സ്പോർട്ട് സെക്ടർ ടു എക്സ്പാൻഡ്. യെസ്, അപ്പോ ട്രേഡ് ലേബർ ഇന്റൻസീവ് എക്സ്പോർട്ട് സെക്ടർ എക്സ്പാൻഡ് ആവും. അപ്പൊ എന്താവും? ട്രേഡ് മീൻ വേജ് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബോത്ത് എ അസെഷനും റീസണും കറക്റ്റ് ആണ്. അതേപോലെ തന്നെ റീസണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ബോത്ത് കറക്റ്റ് ആർ എക്സ്പ്ലെയിൻസ് എ എന്നുള്ളതാണ്. ഓക്കെ, വൺസ് അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ലൈൻ ഒന്ന് ഓർമ്മിച്ചേക്കുക. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, എച്ച്ഒ തിയറം, സ്റ്റോപ്പിൽ സാമൻസൺ തിയറം, റെബ്സിൻസ്കി തിയറം. ഓക്കെ, ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഇൻ കേസ് ഓർഡറിൽ ആക്കാനോ അല്ലെങ്കിൽ ഇയർ വൈസ് ചോദിക്കുകയോ ചെയ്താൽ നമുക്കിത് ആൻസർ ചെയ്യാൻ കഴിയണം. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ടേംസ് ഓഫ് ട്രേഡ് എന്നുള്ളത്. ഓക്കെ, ടേംസ് ഓഫ് ട്രേഡ് നമുക്ക് അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് ട്രേഡ് റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് എ കൺട്രീസ് എക്സ്പോർട്ട് എക്സ്ചേഞ്ച് ഫോർ ഇറ്റ്സ് ഇമ്പോർട്ട്. അത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സമയത്തും ഇറക്കുമതി ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റിനെയാണ് ബേസിക്കലി ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നമ്മൾ 2 ബോക്സ് കുരുമുളക് കൊടുക്കുന്ന സമയത്ത് പോട്ടെ, ഒരു 10 ബോക്സ് കുരുമുളക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 10 ബോക്സ് ഐഫോൺ തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ 10 ബോക്സ് കുരുമുളകിന് 10 ബോക്സ് ഐഫോൺ തിരിച്ചു കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആകുക എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതേ 10 ബോക്സ് കുരുമുളകിനെ കൊടുക്കുന്നുള്ളത്, പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സെയിം 10 ബോക്സ് തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്നുണ്ട്. 10 ബോക്സ് കുരുമുളക് കൊടുക്കുന്ന സമയത്ത് 10 ബോക്സ് ഐഫോണിന് പകരം 12 ബോക്സ് ഐഫോൺ കിട്ടുന്നു, അല്ലെ 15 ബോക്സ് ഐഫോൺ കിട്ടുന്നു. ഇങ്ങനെ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ്, പക്ഷെ നമുക്ക് ഇമ്പോർട്ട് അതിന് പകരം കിട്ടുന്നത് കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആയി എന്ന് പറയാം. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ 10 ബോക്സ് കുരുമുളക് കൊടുത്താലാണ് നമുക്ക് 10 ബോക്സ് ഐഫോൺ കിട്ടുന്നത്. പക്ഷെ അവര് പറഞ്ഞ് 10 ബോക്സ് കുരുമുളക് പോരാ, കുരുമുളകിന് വലിയ വാല്യൂ ഒന്നും ഇല്ല, അപ്പൊ നമ്മൾ 15 ബോക്സ് കുരുമുളക് കൊടുത്താൽ മാത്രമേ 10 ബോക്സ് ഐഫോൺ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയാണ്. നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും, കുറച്ച് ഇമ്പോർട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് മോശമായിട്ടാണ് വരുന്നത്, കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുമ്പോഴേ കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പൊ അവിടെ ടേംസ് ഓഫ് ട്രേഡ് മോശമായി എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള റേറ്റിനെയാണ് ബേസിക്കലി നമ്മൾ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആകുന്നത് കുറച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആവുകയാണ്. ഇനി കൂടുതൽ എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നുള്ളെങ്കിൽ നമുക്ക് ടേംസ് ഓഫ് ട്രേഡ് മോശമായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് മെഷർ ചെയ്യുന്ന 3 രീതിയിൽ പറയുന്നുണ്ട്. നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് ഉണ്ട്, ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് ഉണ്ട്, ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ഉണ്ട്. അപ്പോ ഇത് 3 രീതിയിൽ നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നതാണ്. അതേപോലെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് കൂടുന്നത് എക്സ്പോർട്ടേഴ്സിന് ഫേവറബിൾ ആണ്, ടേംസ് ഓഫ് ട്രേഡ് കുറയുന്നത് എക്സ്പോർട്ടേഴ്സിന് അൺഫേവറബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അതേപോലെ വേറൊരു ചോദിച്ചേക്കാവുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഭഗവതിയാണ് പ്രപ്പോസ് ചെയ്യുന്നത്, 1958 ഇതും ആര് പ്രപ്പോസ് ചെയ്തു എന്നുള്ള ഇതിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്ന കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാല് ട്രേഡ് നടക്കുന്ന എല്ലാ സമയത്തും നമുക്ക് മെച്ചം ആവണമെന്നില്ല എന്നുള്ളതാണ്. അതായത് എക്കണോമിക് ഗ്രോത്ത് മേ സംടൈംസ് റെഡ്യൂസ് എ കൺട്രീസ് വെൽഫെയർ. അതെങ്ങനെ സംഭവിക്കുക? അതൊരു കോൺട്രാഡിക്ടറി സാധനമല്ലേ. ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കൺട്രിയുടെ വെൽഫെയർ കൂടും എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അതായത് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നല്ലതാണെന്നുള്ളതാണ്. ചില സമയത്ത് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നല്ലതായിരിക്കില്ല, അത് എക്കോണമിയുടെ വെൽഫെയറിനെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തിയറിയാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ സപ്ലൈ വർദ്ധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗ്രോത്ത് ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ ഒക്കെ മെച്ചപ്പെട്ടു, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ എക്സ്പോർട്ടിങ് കൺട്രി ആണെങ്കിലാണ് പറയുന്നത്. ഇപ്പൊ എക്സ്പോർട്ടിങ് കൺട്രി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ സപ്ലൈ ഉണ്ടാവും. കുറെ സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന്റെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയും, കാരണം ഇഷ്ടംപോലെ സപ്ലൈ ഉണ്ട്, ഇഷ്ടംപോലെ സാധനം കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ഫോൾസ് ആവും, അതായത് അതിന്റെ എക്സ്പോർട്ടിന്റെ പ്രൈസ് കുറയും. അപ്പൊ എക്സ്പോർട്ടിന്റെ പ്രൈസ് കുറയുമ്പോ നമ്മൾ കയറ്റി അയക്കുന്ന സാധനത്തിന്റെ വാല്യൂ കുറയല്ലേ. ഓക്കെ, അപ്പൊ കയറ്റി അയക്കുന്ന സാധനത്തിന്റെ വാല്യൂ കുറയുന്ന സമയത്ത് കൂടുതൽ സാധനം കയറ്റി അയച്ചാലേ ഒരു ഫിക്സഡ് വാല്യൂ എത്തിക്കാൻ കഴിയുള്ളൂ, കാരണം കയറ്റി അയക്കുന്ന സാധനത്തിന് വില കുറവാണ്. അപ്പൊ കൂടുതൽ കയറ്റി അയച്ചാലേ നമുക്ക് ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് മോശമാകും. ഓക്കെ, 10 ബോക്സ് കുരുമുളക് അയക്കുന്നിടത്ത് കുരുമുളകിന് സപ്ലൈ കൂടുതലാണ്, ഇഷ്ടംപോലെ കുരുമുളക് നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് കുരുമുളകിന്റെ വില കുറയും. അപ്പോ പണ്ട് 1,00,000 ആവണമെങ്കിൽ 10 ബോക്സ് കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പൊ 1,00,000 ആവണമെങ്കിൽ 15 ബോക്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. ഓക്കെ, നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് മോശമാവും. ഓക്കെ, ടേംസ് ഓഫ് ട്രേഡ് മോശമാകുന്ന സമയത്ത് നമ്മുടെ വെൽഫെയർ മേ ഫോൾ ഡിസ്പേറ്റ് ഔട്ട്പുട്ട് ഗ്രോത്ത്. ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വെൽഫെയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, കാരണം നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് വേഴ്സൺ ചെയ്തിട്ടുണ്ട്, മോശമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഗ്രോത്ത് ഡസൻ ഓൾവേസ് ഇംപ്രൂവ് വെൽഫെയർ എന്നുള്ളതാണ് ഈ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇന്റർനാഷണൽ ട്രേഡിൽ പഠിക്കാനുള്ള ഓഫർ കർവ്. ഓഫർ കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓഫർ കർവ് പറയുന്നത്
offer curve shows the quantity of imports a country is willing to accept for different quantities of export. അത് ഓരോ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ടിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടിന്റെ എണ്ണം. അതായത് 10 ബോക്സ് തരാണെങ്കിൽ ഇത്ര ഐഫോൺ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ഐഫോൺ തരാണെങ്കിൽ ഇത്ര നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം, 15 ഐഫോൺ തരാണെങ്കിൽ ഇത്ര നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം എന്ന രീതിയിൽ നമ്മുടെ വില്ലിംഗ് ടു അക്സെപ്റ്റ് ഓഫ് ഇമ്പോർട്ട് ഫോർ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ്പോർട്ട്, ഇതിനെ പ്ലോട്ട് ചെയ്യുന്നതാണ് ഓഫർ കർവ് എന്ന് പറയുന്നത്. ഇത് റെസിപ്രോക്കൽ ഡിമാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലെ കമ്മോഡിറ്റിക്ക് ഉള്ള നമ്മുടെ നാട്ടിലെ ഡിമാൻഡ്, ഇതിനാണ് റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറയാം. ഇതിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ വില്ലിംഗ്നെസ് ടു ട്രേഡ് ഒക്കെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രേഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ ഓഫർ കർവ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയും. ടേംസ് ഓഫ് ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ടേംസ് ഓഫ് ട്രേഡ് ഓഫ് എ കൺട്രി ഇംപ്രൂവ്സ് വെൻ, എപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ, നമ്മുടെ രാജ്യത്തിന്റെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് മെച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം തന്നെ കാറ്റ് വയ്ക്കുമ്പോൾ കുറെ സാധനം ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. അതാണ് ബേസിക്കലി ഇതിന്റെ ഐഡിയ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആവുന്ന എപ്പോഴാ? ബി. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ ഏതാ? എക്സ്പോർട്ട് പ്രൈസ് റേസ് ചെയ്യുന്നു ഫാസ്റ്റർ ദാൻ ഇമ്പോർട്ട് പ്രൈസ്, അല്ലെ? അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഓയിൽ. ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം പ്രൈം മിനിസ്റ്റർ ഒക്കെ പറഞ്ഞത് ഗോൾഡ് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ്. കാരണം ഇമ്പോർട്ടിന്റെ പ്രൈസ് ഭയങ്കര കൂടിയിട്ടുണ്ട്. ഇമ്പോർട്ട് പ്രൈസ് കൂടുമ്പോൾ ടേംസ് ഓഫ് ട്രേഡ് മോശമാവാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് പ്രൈസ് കൂടുന്നതിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് എക്സ്പോർട്ട് പ്രൈസ് കൂടണം. അപ്പോഴാണ് നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആവുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. എക്സ്പോർട്ട് പ്രൈസസ് റേസ് ഫാസ്റ്റർ ദാൻ ഇമ്പോർട്ട് പ്രൈസസ്. ഇമ്പോർട്ട് പ്രൈസ് കൂടുന്നതിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് എക്സ്പോർട്ട് പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആയി നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇതിന് ആൻസർ എന്തായിരിക്കും? ഇഫ് ഇമ്പോർട്ട് പ്രൈസസ് ഇൻക്രീസ് വൈൽ എക്സ്പോർട്ട് പ്രൈസസ് റിമെയിൻ കോൺസ്റ്റന്റ്. എക്സ്പോർട്ട് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഇമ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ആയി. എന്താ സംഭവിക്കാം? ഓപ്ഷൻ ബി, TOT ഡിറ്റോറിയേറ്റസ് എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് ട്രേഡ് താഴോട്ട് പോകുന്നുള്ളതാണ്. കാരണം എക്സ്പോർട്ട് പ്രൈസ് കൂടുന്നില്ല, അപ്പൊ ഇമ്പോർട്ട് പ്രൈസും കൂടാതിരിക്കുമ്പോഴാണ് TOT സ്റ്റേബിൾ ആവുക. പക്ഷെ ഇമ്പോർട്ട് പ്രൈസ് കൂടുന്നുണ്ട്, അപ്പൊ നമുക്കത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ TOT എന്താവും? TOT ടേംസ് ഓഫ് ട്രേഡ് നമുക്ക് മോശമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇമ്മിസറൈസിങ് ഗ്രോത്ത് ഒക്കേഴ്സ് വെൻ, എപ്പോഴാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് ഉണ്ടാവുക? എപ്പോഴായിരിക്കും? ഓപ്ഷൻ ബി, ഗ്രോത്ത് വേഴ്സസ് TOT ഷാർപ്ലി. അത് ഗ്രോത്ത് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ടേംസ് ഓഫ് ട്രേഡ് മോശമാകുന്നുണ്ട്. എന്തുകൊണ്ടാ? ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ സപ്ലൈ കൂടുന്നു, സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് താഴോട്ട് പോകുന്നു, പ്രൈസ് താഴോട്ട് പോകുമ്പോൾ എക്സ്പോർട്ട് പ്രൈസ് താഴോട്ട് പോകുന്നു, എക്സ്പോർട്ട് പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ടേംസ് ഓഫ് ട്രേഡ് മോശമാകുന്നു. സോ ഗ്രോത്ത് വേഴ്സസ് TOT ഷാർപ്ലി, അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന് ആൻസർ എന്താ? According to the law of comparative advantage, trade will not be beneficial for both countries. അത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം രണ്ട് രാജ്യങ്ങൾക്കും ട്രേഡ് ബെനിഫിറ്റ് ആവില്ല. എപ്പോ? one country is less efficient in both goods. One country has absolute advantage in both goods. Opportunity cost of both goods is same. യെസ്, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സെയിം ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല? ട്രേഡ് ബെനിഫിറ്റ് ആവില്ല. ഓപ്ഷൻ എ നോക്ക്,
ഒരേ രാജ്യം രണ്ടിലും ലെസ് എഫിഷ്യന്റ് ആണെങ്കിൽ ട്രേഡ് നടക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒരു രാജ്യം തന്നെ രണ്ടിലും ലെസ് എഫിഷ്യന്റ് ആണെങ്കിലും ട്രേഡ് നടക്കും. ഇനി ഒരേ രാജ്യത്തിന് രണ്ട് ഗുഡ്സിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ട്രേഡ് നടക്കും. പക്ഷേ രണ്ട് രാജ്യത്തിനും തമ്മിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം, എന്നാലേ ട്രേഡ് നടക്കുള്ളൂ. ഇവിടെ രണ്ട് രാജ്യങ്ങൾക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്ന സമയത്ത് അവിടെ ഒന്നും സംഭവിക്കില്ല, ട്രേഡ് ബെനിഫിഷ്യൽ ആവില്ല എന്നുള്ളതാണ് ആ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, the principle of comparative advantage was reformulated in terms of opportunity cost way. The comparative advantage theory actually ലേബർ തിയറി ഓഫ് വാല്യൂ ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. റിക്കാർഡോ ഫോർമുലേറ്റ് ചെയ്ത് അതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ടേംസിലേക്ക് റീഫോർമുലേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗോഡ്ഫ്രീഡ് ഹാബർലർ എന്ന് പറയുന്ന വ്യക്തിയാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ടേംസിലേക്ക് റീഫോർമുലേറ്റ് ചെയ്തത്. ഓപ്ഷൻ ബി ആണ്, ഗോഡ്ഫ്രീഡ് ഹാബർലർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ ഓക്കെ ഇതൊന്ന് ആൻസർ പറഞ്ഞേ. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് രാജ്യങ്ങളുണ്ട്, ഓപ്ഷൻ കൺട്രി എ, കൺട്രി ബി. കൺട്രി എ 4 യൂണിറ്റ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യും, 2 യൂണിറ്റ് ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും വിത്ത് 1 യൂണിറ്റ് ഓഫ് ലേബർ. കൺട്രി ബി 3 യൂണിറ്റ് ഓഫ് ക്ലോത്തും 3 യൂണിറ്റ് ഓഫ് വീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൺട്രി എക്ക് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് ഏതിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതിലായിരിക്കും? ക്ലോത്തിലായിരിക്കും എന്നുള്ളതാണ്. അതായത് കൺട്രി എനെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂണിറ്റ് ക്ലോത്ത് ഉണ്ടാക്കുമ്പോഴും അത് ഗിവ് അപ്പ് ചെയ്യേണ്ടത് 0.5 യൂണിറ്റ് ഓഫ് വീറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കൺട്രി എയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് 2/4 0.5 ആണ്. ഓക്കെ, കൺട്രി ബിയുടെ ആണെങ്കിൽ 3/3 1 ആണ്. ഓക്കെ, അപ്പൊ ക്ലോത്തിന്റെ കാര്യത്തിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് കൺട്രി എക്ക് ആയിരിക്കും. അപ്പൊ കൺട്രി എക്ക് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് ക്ലോത്തിലാണ്. According to Hexer-Rowling theory, trade should take place among countries that have. Okay, ഇതിന് ആൻസർ എന്താ? എച്ച് തിയറം പ്രകാരം രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്നത് ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഐഡന്റിറ്റിക്കൽ ഫാക്ടർ എൻഡോമെന്റ് ഉള്ളതാണോ? ഗ്രേറ്റർ ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോമെന്റ് ആണോ? സെയിം ടെക്നോളജി ആണോ? സെയിം ഡിമാൻഡ് പാറ്റേൺ ആണോ? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ ആൻസർ? ഗ്രേറ്റർ ഡിഫറൻസസ് ഇൻ ഫാക്ടർ എൻഡോമെന്റ് അല്ലേ ആൻസർ? യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അത് രാജ്യങ്ങളുടെ ഫാക്ടർ എൻഡോമെന്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ട്രേഡ് നടക്കുക എന്നുള്ളതാണ് എച്ച് തിയറം പറയുന്നത്. ഓക്കെ, രാജ്യത്ത് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ അവർ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ഉണ്ടാക്കും. വേറെ രാജ്യത്ത് ലേബർ കൂടുതലാണ്, അപ്പോൾ അവർ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ഉണ്ടാക്കും. അങ്ങനെ അവർ തമ്മിൽ ട്രേഡ് നടത്തും. അപ്പോൾ ട്രേഡ് നടക്കുന്നു. ട്രേഡ് നടക്കാനുള്ള കാരണം എന്താണ്? രാജ്യങ്ങളുടെ ഫാക്ടർ എൻഡോമെന്റിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ കുറച്ച് സിമ്പിൾ ആണ്. എച്ച് തിയറം, ഹെക്സർ-റോളിംഗ്, ലിയോണ്ടിഫ് പാരഡോക്സ്, ലിയോണ്ടിഫും കൊടുത്തിട്ടുണ്ട്. സോ വലിയ പ്രശ്നമില്ല. ഒന്നാമത്തത് സി ആണ്, നാലാമത്തത് ഡി ആണ്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മതി. അതുപോലെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് റിക്കാർഡോ ആണ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആഡം സ്മിത്ത് ആണ്. ഓക്കെ ഓക്കെ, ഇതും മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2022 2021 അങ്ങനെ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? യെസ്, USA ആക്ച്വലി ക്യാപിറ്റൽ അവിടുത്തെ കൺട്രി ആണ്. പക്ഷെ അവർ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് ലിയോണ്ടിഫ് പാരഡോക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
Okay, assertion, reason. Leontief paradox disproves Echo theorem. Echo theorem ഫുള്ള് തെറ്റാണ് എന്നുള്ളത് ലിയോണ്ടിഫ് പാരഡോക്സ് പറയുന്നുണ്ടോ? പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് എച്ചോ തിയറം കംപ്ലീറ്റ്ലി റോങ് ആണെന്നുള്ളത് ലിയോണ്ടിഫ് പാരഡോക്സ് പറയുന്നില്ല. മറിച്ച് ലിയസയുടെ കേസിൽ അങ്ങനെ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എച്ചോ തിയറം റോങ് ആണ്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ തിയറം എന്ന രീതിയിലല്ല ലിയോണ്ടിഫ് പാരഡോക്സ് വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ അമേരിക്ക ബേസ്ഡ് കേസിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് പോപ്പുലറായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അസെഷൻ 1 റോങ് എന്ന് പറയാൻ കഴിയില്ല, മീൻസ് ഡിസ്പ്രൂവ് ചെയ്തെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ലിയോണ്ടിഫ് ഫൗണ്ട് ദാറ്റ് യുഎസ് എക്സ്പോർട്സ് വെർ ലേബർ ഇന്റൻസീവ് ഡിസ്പൈറ്റ് യുഎസ് ബീങ് ക്യാപിറ്റൽ അബണ്ടന്റ്. അത് റീസൺ ആറ് കറക്റ്റ് ആണ്. ഓക്കെ, ആർ ഇസ് ട്രൂ, എ ഇസ് ഫാൾസ്. ഡിസ്പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷെ അമേരിക്കയുടെ കേസിൽ അങ്ങനെയല്ല കണ്ടത് എന്നുള്ള ഒരു പാരഡോക്സിറ്റി മാത്രമേ ഉള്ളൂ. സോ എ ഇസ് ഫാൾസ്, ആർ ഇസ് ട്രൂ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ ഓക്കെ, വേറെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. റിബ്സിൻസ്കി തിയറം പോസ്റ്റുലേറ്റ് ദാറ്റ്. റിബ്സിൻസ്കി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫാക്ടർ കൂടുമ്പോൾ അത് റിലേറ്റഡ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ കൂടിയാൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്? റിബ്സിൻസ്കി തിയറം പോസ്റ്റുലേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് commodity prices an increase in endowment of one factor will increase the production of the commodity using that factor intensively. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2. ആൻസർ എന്താ? Stokes-Samuelson theorem states that there is a possible relation between change in price of commodity and return to factor not used intensively. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് അല്ലല്ലോ. അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ അതിൽ ഇന്റൻസീവായിട്ട് ഉപയോഗിച്ച കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റം വരും എന്നുള്ളതാണ് സ്റ്റോക്കിൾസ്-സാമുൽസൺ തിയറം, അതായത് ഫ്രീ ട്രേഡ് ആണെങ്കിൽ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ അതിൽ നോട്ട് യൂസ്ഡ് ഇന്റൻസീവ്ലി, ഫാക്ടർ നോട്ട് യൂസ്ഡ് ഇന്റൻസീവ്ലി, അതിന്റെ റിട്ടേൺസിലും പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ആക്ച്വലി റോങ് ആണ്. സോ ഒന്നാമത്തത് കറക്റ്റ് ആണ്, രണ്ടാമത്തത് ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. എന്താന്ന് വെച്ചാൽ ഒന്നാമത്തേൽ റിബ്സിൻസ്കി തിയറം കറക്റ്റ് ആണ്. കാരണം കോൺസ്റ്റന്റ് കമ്മോഡിറ്റി പ്രൈസസ് ഉണ്ടാകുമ്പോൾ ഒരു ഫാക്ടർ കൂടുന്ന സമയത്ത് ആ ഫാക്ടർ ഇന്റൻസീവ്ലി ഉപയോഗിക്കുന്ന കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രീ ട്രേഡ് ആണോ താരിഫ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഫ്രീ ട്രേഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ അത് ഇന്റൻസീവായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടറിലാണ് നമുക്ക് എന്ത് വരിക, അതിന്റെ റിവാർഡ് കൂടുക. പക്ഷെ ഇവിടെ പറഞ്ഞത് നോട്ട് യൂസ്ഡ് ഇന്റൻസീവ്ലി എന്നുള്ളതാണ്. അപ്പോൾ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ക്യാപിറ്റലിന്റെ റിട്ടേൺസ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സിനാരിയോ. ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ല വേണ്ടത്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് വേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, ഇതൊന്ന് പറയും. Rebzinski theorem. At constant commodity prices, if the supply of labor increases, ലേബറിന്റെ സപ്ലൈ ഇൻക്രീസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റെബ്സിൻസ്കി തിയറിയാണ്. അപ്പോ ഒരു കമ്മോഡിറ്റിയിൽ ഒരു ഫാക്ടറിന്റെ അളവ് കൂടിയാൽ അത് റിലേറ്റഡ് കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. അപ്പൊ ഇവിടെ ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
ജഗദീഷ് ബാഗുപതിയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ. റേസിംഗ് ഗ്രോത്ത്. ഓക്കെ. സോ ഇനി നമുക്ക് പറയാനുള്ളത് ട്രേഡ് പോളിസി പറയാനുണ്ട്. അതേപോലെ WTO, ഗാട്ട്, IMF പോലെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സോ കഴിഞ്ഞ കുറച്ച് ഒരു 3-4 വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് WTO, അതേപോലെ വേൾഡ് ഓർഗനൈസേഷൻസ്, ഇതിന്റെ ക്രോണോളജി ഒക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഡിഫറെന്റ് റൗണ്ടുകൾ, അപ്പൊ അതിന്റെ ഓർഡറിലാക്കുക എന്നുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. സോ ടുമോറോ നമുക്ക് കൂടുതലായിട്ടും WTO, അതേപോലെ ഓർഗനൈസേഷൻസ്, അതിന്റെ കാര്യങ്ങൾ, അതേപോലെ ട്രേഡ് പോളിസി റിലേറ്റഡ് കാര്യങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാം അല്ലേ?